പ്രതീക്ഷയോടെ ഉള്ളുരുകി വിളിച്ചതാണ് നീതു. കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് വിറങ്ങലിച്ച് നിന്ന നിമിഷങ്ങൾ. അതിജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഉരുൾപൊട്ടി ജീവനെടുത്തു. ചൂരൽമലയിലെ നീതുവിൻ്റെ പേര് ആരും മറക്കില്ല. ഉരുളുപൊട്ടിയെത്തിയപ്പോൾ ആദ്യ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത് നീതുവാണ്. ആ 30 വയസ്സുകാരിയുടെ ശബ്ദം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങും. ഇതാണ് നീതുവിൻ്റെ ആ വീട്. ഹലോ, നീതുവാണ്. ചൂരൽമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെയും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചൂരൽമല എവിടെയാണ്? ചൂരൽമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെയും ഒന്ന് നിങ്ങളൊന്ന് പറ. ഹലോ മോളെ, നിങ്ങളെ സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ഇനി പൊട്ടിയിട്ട് ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരൽമല ഹൈസ്കൂൾ റോഡ്. ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ശരി ശരി. പാനിക്കാതെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ? എല്ലാരും ഉണ്ട്. ഞങ്ങൾ എല്ലാരും അറിയിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരട്ടെ എന്ന് വിചാരിച്ചു. നീതുവും ഭർത്താവ് ജോജോയും മകനും മാതാപിതാക്കളും സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന വീട്. ഉരുളുപൊട്ടിയപ്പോൾ 40ഓളം പേരാണ് അഭയം തേടി ഇവിടേക്കെത്തിയത്. അവരെ ചേർത്തുപിടിച്ചാണ് നീതു ഫയർ ആൻഡ് റെസ്ക്യൂവിനെ വിവരമറിയിക്കുന്നത്. രണ്ടാമത്തെ ഉരുളുപൊട്ടിയപ്പോഴേക്കും സ്ഥിതിയാകെ മാറി. സമീപത്തെ വീടുകളെല്ലാം ഉരുളെടുത്തു. ഈ വീട്ടിലേക്കും ഇരച്ചെത്തിയപ്പോൾ ഭർത്താവ് ജോജോയുടെ കയ്യിൽ നിന്നും വഴുതി നീതു ഇതുവഴിയായിരിക്കണം പോയിരിക്കുക. അകലേക്കൊഴുകി മറഞ്ഞ നീതുവിനെ പിന്നെ ചേതനയേറ്റ ശരീരമായി ചാലിയാറിന്റെ തീരത്തു നിന്നാണ് കണ്ടെത്തുന്നത്. ഇട്ടിരുന്ന വസ്ത്രം കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. ജീവൻ തിരിച്ചു കിട്ടിയവരിൽ ചിലർക്കെങ്കിലും രക്ഷയായത് നീതുവിന്റെ ആ ഇടറിയ ശബ്ദത്തിലുള്ള വാക്കുകളാകാം. ചൂരൽമലക്കാരുടെ പ്രിയപ്പെട്ട നീതു ഇനിയില്ല. നോവിന്റെ ഓർമ്മയായി നീതുവിന്റെ മുഖം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം എം മനോജ്, ജനം, വയനാട്.